ഗായ്സ് നമ്മൾ ബൾഗേറിയയിലെ ഇസ്കോൺ വരെ പോവാണ്. ഇവിടെ തൊട്ടടുത്താണ്, 8 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ആരും മിസ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമുക്ക് വീഡിയോ ഇട്ട് പോവാം. വായോ. അപ്പം നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന മുണ്ട് എടുത്തിട്ടുണ്ട്. ഉടുത്തോണ്ടല്ല പോകുന്നത്, അവിടെ ചെന്നിട്ട് ഉടുക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ റൂമിൻ്റെ വാതിൽക്കൽ നിന്ന് ട്രാം ഞാൻ കയറി. ഒരു ട്രാമും 2 ബസ്സും കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റും. അപ്പം 2 ബസ് കയറുന്നത് ആ റൂട്ടിലോട്ട് ട്രാം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം നമ്മളിങ്ങനെ കാഴ്ചകൾ കണ്ട് ട്രാമിൽ ട്രാവൽ ചെയ്യാണ്. ഈ ട്രാം കയറി കഴിഞ്ഞ് 5ാമത്തെ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെ നിന്ന് 111 എന്ന് പറയുന്നൊരു ബസ് എടുത്ത് അതൊരു 9th സ്റ്റോപ്പിൽ ഇറങ്ങി. പിന്നെ ഒരു 123 ബസ് നമ്പർ എടുത്ത് 2nd സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെ ഡെസ്റ്റിനേഷനിലെത്തും. അപ്പം നമ്മൾ ബസ് കയറാൻ വേണ്ടി നേരെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ബസ് വരുന്നുണ്ട് 111. ഈ ബസ്സിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പം നാട്ടിലെല്ലാവരും വിഷു ഇന്ന് ആഘോഷിക്കുമ്പോഴത്തേക്കും ഞാനിവിടെ ഒറ്റയ്ക്ക് വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കാണ് എനിക്ക് വീട്ടിൽ നിന്ന് പറഞ്ഞത് ഇതുപോലെ ഇസ്കോൺ ബൾഗേറിയ നിൻ്റെ അടുത്ത് തന്നെയാണെന്ന് തോന്നുന്നു, സെർച്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പം നോക്കിയപ്പോൾ 8 കിലോമീറ്റർ ഉള്ളൂ. അതാണ് ഞാൻ ഇങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇസ്കോണിനെ പറ്റി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇസ്കോൺ എന്നാൽ ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നെസ്, അതായത് കൃഷ്ണ അപബോധ സമിതി എന്ന് പറയുന്ന പോലെ നമ്മുടെ ഈ ലോകത്തിൽ പലയിടങ്ങളായ ഒരു 500ഓളം ശാഖകൾ ഇവർക്കുണ്ട്. ഇതൊരു വലിയൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത ബസ് വരുന്നു. 123ാമത്തെ ബസ് കയറി 2ാമത്തെ സ്റ്റോപ്പ് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ ബൾഗേറിയയിലെ ഇസ്കോണിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ സ്ഥലമൊന്ന് കാണാനും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന അമ്പലത്തിൻ്റെ ഒരു ഫീലൊക്കെ ഉണ്ടോ എന്ന് അറിയാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തി. അപ്പം നടന്നു വന്നത് ഇതാണ് ഇസ്കോണിൻ്റെ ബിൽഡിങ് ബൾഗേറിയയിലെ. അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ അവിടുത്തെ ആൾ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി വാതിൽക്കൽ വന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു എവിടെ നിന്നാണ്, ഞാൻ ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരകത്തോട്ട് വന്നു. പിന്നെ അകത്തങ്ങനെ ഫോൺ അധികം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് വിഷ്വൽസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇറങ്ങുകയാണ്. നല്ലൊരു പീസ് മൈൻഡ് ആയിരുന്നു ഇപ്പോൾ മൊത്തത്തിൽ. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടനും കൊണ്ട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയ വീഡിയോകൾക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പം ഹരേ കൃഷ്ണ. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.